ഓം നമോ ഭഗവതേ വാസുദേവായ. ഭൂമിരാപോ നലോ വായുഃ ഖം മനോ ബുദ്ധിരേവ ച. അഹങ്കാരമിതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടധാ. അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം. ജീവഭൂതാം മഹാബാഹോ യയേദം ധാര്യത്തെ ജഗത്. ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ. അഹം കൃത്സ്നസ്യ ജഗതഃ പ്രഭവഃ പ്രളയസ്തഥാ. മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണാ ഇവ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 7-ാം അധ്യായത്തിലെ 4, 5, 6, 7 എന്നീ ശ്ലോകങ്ങളാണ് പഠിക്കുന്നത്. ഭഗവാൻ ഇതിനു മുമ്പത്തെ ശ്ലോകത്തിൽ, അതായത് 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമവിസിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. ഭഗവാനെ പറ്റി അറിയാൻ അതിന് പരിശ്രമിക്കുന്നതായിട്ടുള്ള ആൾക്കാരെ തന്നെ 1000-ൽ ഒരാളെ ഉണ്ടാവുള്ളൂ. അങ്ങനെ പരിശ്രമിക്കുന്നതിൽ തന്നെ ഒരാൾക്ക് മാത്രമേ അറിയാൻ സാധിക്കുന്നുള്ളൂ എന്ന് പറയുന്നു. ഭഗവാൻ ശരിക്കും അറിയാൻ സാധിക്കുന്നുള്ളൂ. അപ്പം ഭഗവാൻ ആരാ? അത് വിശദമായിട്ട് പറയുകയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ. ഭൂമിരാപോനലോ വായു ഖം മനോ ബുദ്ധിരേവജാം അഹങ്കാരമിതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടധാ. അർജുനോട് പറയാണ്, അർജുന, എൻ്റെ ഒരു പ്രകൃതി 2 രീതിയിലുണ്ട്. ഒന്ന് ഏതാ? ഭൂമി ആപഹ അനല വായു ഖം മനഃ ബുദ്ധി അഹങ്കാര ച ഇതി. ഇങ്ങനെ 8 എണ്ണാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണത്? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇങ്ങനെ 8ആയിട്ട്. ഇത് സചേതന അല്ല. ഇതിലേക്ക് ചൈതന്യം എത്തുമ്പോഴാണ്. അപ്പം ഈ നമ്മളെല്ലാം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരമൊക്കെ. പക്ഷേ അതുകൊണ്ട് മാത്രമാവുന്നില്ല. അതിൽ ചൈതന്യം വരുമ്പോഴാണ്, അതിൻ്റെ ഭഗവാന്റെ ചൈതന്യം വരുമ്പോഴാണ് ജീവൻ ഉണ്ടാവുന്നത്. ഈ ജീവൻ പോകുമ്പോഴാണ് ജഡമായി തീരുന്നത്. അപ്പം ഇത് ജഡമാണ് ഈ പ്രകൃതി. ഭഗവാൻ ഈ ആദ്യം പറഞ്ഞ, ഇപ്പം ഈ പറയുന്നത് ജഡമായിട്ടുള്ളതാണ്. ഇത് ജഡമല്ലാതെ ആവുന്ന ഒരവസ്ഥ വരും ജീവൻ വരുമ്പോൾ. ഇപ്പം നമ്മളൊക്കെ പഞ്ചഭൂതങ്ങൾ അതിൽ നിർമ്മിതമാണ് ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരത്തിൽ ജീവൻ ഉണ്ട്. ജീവൻ വയ്ക്കുമ്പോഴാണ് ചലിക്കാൻ തുടങ്ങുന്നത് അല്ലേ? കണ്ണുകൊണ്ട് കാണുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു. ഇതിനൊക്കെ ചൈതന്യം വേണം, ജീവൻ വേണം. ജീവൻ പോകുമ്പോഴാണ് ശരീരം ജഡമായി തീരുന്നത്. അങ്ങനെ 2 എണ്ണാണ് പ്രകൃതി. എൻ്റെ പ്രകൃതി 2ആണ് എന്ന് പറയുന്നു. ആദ്യത്തേത് ജഡമായിട്ടുള്ളത്. ഇതിലെ ജഡം അല്ലാതെ ആവുന്നു. അതെങ്ങനെയാണ്? അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യതേ ജഗത്ത് മേ പരാം പ്രകൃതിം വിദ്ധി. എൻ്റെ പരാപ്രകൃതി എന്ന് അറിഞ്ഞാലും. ഏതാണ് ഈ പരാപ്രകൃതി? അർജുനെ വിളിച്ചു പറയുന്നു, ഹേ അർജുന, ഇത് അപരാപ്രകൃതിയാകുന്നു. എന്നാൽ ഇതിൽ നിന്ന് വേറെയായി. ആദ്യം പറഞ്ഞത് അപരാപ്രകൃതി, പിന്നെ വേറെയായിട്ടൊന്നുണ്ട് അത്രേ. അതാണ് യാതൊന്നിനാൽ ഈ ജഗത്ത് ധരിക്കപ്പെടുന്നു. ഈ കാണുന്ന ഭൂമി ഒക്കെ നിലനിൽക്കുന്നത്, ഒക്കെ ജീവനും എല്ലാം ഉണ്ടാവുന്നത് ചൈതന്യം വരുമ്പോഴാണ്. അതാണ് ഭഗവാന്റെ 2ാമത്തേത്. ആദ്യത്തെ അപര, മറ്റത് പര. ഇങ്ങനെ 2ആയി ഭഗവാന്റെ സ്വരൂപത്തെ വിഭജിച്ചിരിക്കുന്നു. അറിഞ്ഞാലും അർജുന എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നു, ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗത പ്രഭവ പ്രളയസ്തഥാ. ഭഗവാൻ പറയുന്നു, ഈ കാണുന്നതെല്ലാം ഭഗവാനിൽ നിന്ന് ഉണ്ടാവുന്നു. എന്നിട്ടോ ഇതെല്ലാം പ്രളയത്തിൽ എല്ലാം ലയിക്കുന്നു, ഭഗവാനിൽ തന്നെ ഉണ്ടാവുന്നു. അപ്പം പ്രഭവസ്ഥാനവും പ്രളയസ്ഥാനവും ഒക്കെ ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ നിന്നുണ്ടായി ഭഗവാനിൽ തന്നെ ലയിക്കുന്നു. ഈ സർവ്വ ജഗത്തും എല്ലാം പ്രളയശേഷം അവസാനിക്കുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ അഹം കൃഷ്ണസ്യ ജഗത, അഹം കൃഷ്ണസ്യ ജഗത, ഞാൻ അഖില ജഗത്തിൻ്റെയും എന്ന് പറയാണ്. അഖില, ഈ ലോകത്തുള്ള അഖിലാണ്ട മണ്ഡലം എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനവും അതുപോലെ ലയസ്ഥാനവും ഞാനാകുന്നു എന്ന് പറയാണ്. അപ്പോൾ ഭഗവാൻ അല്ലാതെ ഒന്നില്ല.
അതൊന്നുകൂടി വിസ്തരിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയാം മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. അതിമനോഹരമായൊരു ശ്ലോകം. എന്താണ്? മത്ത പരതരം നാന്യത്. ധനഞ്ജയ, അർജുന വിളിക്കുന്നു. മത്ത പരം അന്യത് കിഞ്ചിത് നാസ്തി എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് അപ്പുറമായി വേറൊന്നില്ല. ഭഗവാൻ അല്ലാതെ ഒന്നും ഈ ജഗത്തിലില്ല. അത് ഏതുപോലെയാണ്? സൂത്രേ മണിഗണ ഇവ. ചരടിൽ മണികൾ എന്ന പോലെ മൈ സർവം ഇതം പ്രോതം, എന്നിൽ ഇതെല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഒരു ചരടിൽ മണികൾ ചേർത്താൽ അത് മാല ഒക്കെ ആവുന്നു അല്ലേ? അത് ഏത് പ്രകാരം അങ്ങനെ എല്ലാറ്റിനെയും യോജിപ്പിക്കുന്നു, എല്ലാ മണികളെയും യോജിപ്പിച്ച് ഒരു മാലയാക്കുന്നു. അതുപോലെ ഭഗവാൻ എല്ലാ ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുകയാണ്. ഭഗവാൻ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. സർവം വിഷ്ണുമയം ജഗത് ഹരേരന്യദൈവം നമന്യേ നമന്യേ. ഭഗവാൻ അല്ലാതെ വേറെ ഒരു ഈശ്വരനുമില്ല. ഭഗവാൻ മാത്രമേ ഉള്ളൂ സത്യമായിട്ടുള്ളത്. അത് ഏതുപോലെയാണ്? ചരടിൽ മണികൾ എന്ന പോലെ കോർക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഭഗവാനെ കാണാൻ സാധിക്കുകയാണ്. ഒരു ചരടിൽ കോർത്തിരിക്കുന്ന മണികളെ പോലെ ഈ ജഗത്ത് മുഴുവൻ ഭഗവാൻ നിറഞ്ഞിരിക്കുകയാണ്. ഒരു മണി എടുത്ത് മാറ്റിയാൽ വേറൊരു മണി, അതെല്ലാം കൂടി ചേർത്താൽ ഒരു ഒന്നായിട്ടുള്ളൊരു ചരട്, ഒരു മാല, എന്തെങ്കിലും ഒന്ന് അല്ലേ? അപ്പം അതുപോലെ ഭഗവാൻ അല്ലാതെ ഒന്നുമില്ല. മത്തക്കിമപരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. ഇത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ അല്ലാതെ, ഭഗവാൻ ഉണ്ടോ എന്നുള്ള സംശയമാണല്ലേ? ഈശ്വരനുണ്ടോ? അങ്ങനെ സംശയിക്കേണ്ട. ഈശ്വരനല്ലാതെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അതിങ്ങനെ ഭാഗവതത്തിലൊക്കെ വളരെ വ്യക്തമാക്കി തരികയാണ്. ബ്രഹ്മാവൊക്കെ സ്തുതിക്കുമ്പോൾ എല്ലാം ഭഗവാനായിട്ട് അങ്ങനെ കാണുകയാണ്. ഈ എല്ലാം ഭഗവാൻ അല്ലാതെ ഒന്നുമില്ല, സർവം വിഷ്ണുമയം ജഗത്. ഇങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് ഈ എത്തും ആര്? യോഗിയായിട്ട്, അല്ലെങ്കിൽ തപസ് ചെയ്തിട്ട്. തപസ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ചിന്തിക്കുക, പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുകയാണ്. ഈശ്വരനല്ലാതെ ഒന്നും ഇല്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ എല്ലായിടത്തും. ബ്രഹ്മാവ് എങ്ങനെ കണ്ടത്? ചതുർഭുജാ പിഷ്ടപടാ മനോഹരാഹ. എല്ലായിടത്തും ഭഗവാൻ തന്നെ. ഭഗവാൻ ഈ പശുക്കുട്ടികളും പശുക്കളും അല്ലെങ്കിൽ ഈ വൃന്ദാവനത്തിലുള്ള എല്ലാം കൃഷ്ണമയമായിട്ട് അങ്ങനെ കണ്ടു. കൃഷ്ണനല്ലാതെ ഒന്നുമില്ല. കാണുന്നിടത്തെല്ലാം എവിടെ തിരഞ്ഞങ്ങ് നോക്കിയാലും എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും കൃഷ്ണനല്ലാതെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരവസ്ഥ വരും. ഇത്തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ഈശ്വരാർപ്പണമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു യോഗിക്ക് സർവചരാചരങ്ങളിലും ഈശ്വര ചൈതന്യത്തെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളൊക്കെ നമസ്തേ എന്ന് ഒരാളെ കണ്ടാൽ പറയുന്നെന്താ? നമസ്തേ നമ, അങ്ങനെയൊക്കെ ആയിക്കൊണ്ട് നമസ്കാരം. അങ്ങ് ആരാ? കാണുന്ന ശരീരമല്ല. ഇതിൽ കുടികൊള്ളുന്നത് എൻ്റെ കൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ കൃഷ്ണനെ നമസ്കരിക്കുന്ന മാതിരി തന്നെ എനിക്ക് അങ്ങയെ നമസ്കരിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് നമസ്തേ എന്ന് പറയുന്നത്, അല്ലെ നമസ്കാരം കൃഷ്ണ, ഹരേ കൃഷ്ണ, രാധേ രാധേ എന്നൊക്കെ പറയുന്നുണ്ട്. വടക്കേന്ത്യയിലൊക്കെ അങ്ങനെ നമ്മൾ കാണുമ്പോൾ, ഹരേ, നമ്മൾ ഫോണൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഹലോ എന്ന് പറയുന്ന മാതിരി അവരൊക്കെ രാധേ രാധേ, ജയ് ശ്രീറാം ഇങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ എന്താ കാരണം വെച്ചാൽ ഈശ്വരനെ വിളിക്കുന്നതും സംസാരിക്കുമ്പോഴും വിസംബോധന ചെയ്യുമ്പോഴും ഒക്കെ ഈശ്വരൻ ആയിട്ട് കാണുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്ക് ഒന്നും അടുത്തൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അല്ലേ? നമുക്ക് ഓരോരുത്തരും ഓരോരോ രീതിയിലേ കാണാൻ സാധിക്കുള്ളൂ. അവൻ മഹാകള്ളൻ, എൻ്റെ അടുത്ത് ഇന്നലെ കാശ് വാങ്ങിക്കൊണ്ടുപോയി ആശുപത്രിയിൽ, അമ്മ ആശുപത്രിയിലാണ് അല്ലെങ്കിൽ വേറെ ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അവൻ കള്ളു കുടിക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് നാളെ കൊണ്ടുവന്ന് തരാം എന്ന് പറയും. വളരെ കാര്യമായിട്ട് ഒന്ന് വാങ്ങും. നമ്മൾ വിചാരിക്കും ഇത്, പിന്നെ മനസ്സിലായി ഇത് കള്ളനാണ്, തരുമൊന്നുമില്ല. അപ്പോൾ അവനെ ആ രീതിയിലേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. കള്ളനാണ് അവന്. അവൻ പൈസ വാങ്ങിക്കൊണ്ടുപോയി പോയി കള്ളു കുടിക്കാൻ ചെയ്തത്. വീട്ടിൽ കൂടി കൊടുക്കല്ലേ, 200 ഉറുപ്പിക ഉണ്ടോ ചോദിക്കും. 100 കിട്ടിയാലും കൊണ്ടുപോയിക്കോളും, എന്താച്ചാൽ അത് മതി അവൻ്റെ ആവശ്യത്തിന്. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് ഈശ്വരനായിട്ട് കാണാൻ സാധിക്കുമോ? നമ്മളെ അനുഭവം കൊണ്ട് അവൻ മാറി പൈസ കൊടുക്കരുതിട്ട്, അവന് കൊടുത്താൽ തിരിച്ചു തരില്ല. ഇങ്ങനെ നമ്മൾ കാണുന്നു, പ്രവർത്തിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ അനുഭവമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പൈസ കൊടുത്താൽ തിരിച്ചു തരില്ല, അത് കള്ളു കുടിച്ചു വല്ലതും ചെയ്യുള്ളൂ. പറ്റിക്കാൻ വേണ്ടി നമ്മളടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറയും അത് രക്ഷയില്ല, അങ്ങനെ പറ്റി വീണു, മരത്തുമ്പോൾ വീണു, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും
നമ്മളെ സമീപിക്കും. അങ്ങനെ കാശ് കൊണ്ടുപോകുന്ന ഒരു കൂട്ടർ, ഇങ്ങനെ വേറെ രീതിയിൽ നമ്മളെ പറ്റിക്കുന്നവർ. പിന്നെ ഫോണിലൊക്കെ കൂടെ ഓരോരോ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ലിങ്ക് അയക്കാൻ മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് അവസാനം ആ ബാങ്കിൽ കയ്യിലുള്ള പൈസയൊക്കെ പോയി. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഈശ്വരനായിട്ട് കാണാല്ലേ? അപ്പം നമ്മുടെ അനുഭവം നമ്മളെ സമ്മതിക്കില്ല. പക്ഷേ നമ്മൾ കുറേ ഉയർന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെങ്ങനെ ഒരാൾക്ക് പറ്റിക്കാനും സാധിക്കില്ല. നമ്മൾ അങ്ങനെ ഒരാളെ അങ്ങനെ എങ്ങനെയെങ്കിലും പറ്റിക്കുകയാണെങ്കിൽ ഇയാൾ പറഞ്ഞ മാതിരി എന്താ പറ്റിച്ച് ഒരു എന്താണ് വെള്ളി കൊണ്ടുള്ളൊരു കാൻഡിൽ സ്റ്റിക്ക് ആയിരുന്നു ഒരു ബിഷപ്പോ മറ്റാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു പിന്നെ ഒരു കള്ളനായിട്ടുള്ള ആൾ അഭയം കൊടുത്തതാ. അപ്പോൾ അവിടെ രാത്രി അവിടെ നിന്നോട്ടെ കിടന്നോളാൻ പറഞ്ഞു. ആ അപ്പോൾ ഇയാൾക്ക് കള്ളനാണ്. പക്ഷെ വന്നതോ ഒരു സൽസ്വഭാവിയായിട്ട് വന്നു. അഭയം ചോദിച്ചു വന്നാണ്. രാത്രിയല്ലേ, കിടന്നോളാൻ പറഞ്ഞു. കിടക്കാനുള്ള സൗകര്യം കൊടുത്തു. ഞാൻ രാത്രി എന്ത് ചെയ്തു, നല്ല വെള്ളി കൊണ്ടുള്ള ഒരു കാൻഡിൽ സ്റ്റിക്ക് അത് മോഷ്ടിച്ച് പോവുക. അപ്പോൾ അയാൾ വിളിച്ചു എന്നാണ് പറഞ്ഞത് ബിഷപ്പ്, ഇത് കൂടി എടുത്തോളൂ, വേറെ ഒത്തിരി വിലപ്പെട്ടു, അതുകൂടി ഉണ്ട്, ഇതുകൂടി നിങ്ങൾക്കുള്ളതാണ്. കള്ളനാകെ എന്തായി തീർന്നു, മാനസാന്തരം വന്നു എന്നൊരു കഥയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ദുർലഭമായിട്ട് സാധിക്കുന്നല്ലാതെ നമ്മൾക്കൊക്കെ ഇപ്പോൾ കള്ളനായിട്ടും വെള്ളനായിട്ടും കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈശ്വരൻ അല്ലേ, അവനും ഈശ്വരനല്ലേ, അത് സംഗതിയൊക്കെ ശരിയാ. അതിപ്പോൾ ഈ കാര്യത്തോടടുക്കുമ്പം അത് നമുക്കൊക്കെ ബുദ്ധിമുട്ടായി തീരും. ശ്രീരാമകൃഷ്ണദേവൻ്റെ കഥയിൽ ഭജനാമൃതത്തിൽ ഒരു കഥയുണ്ട്, എല്ലാവരും ഈശ്വരനാണ്. അപ്പം ഈശ്വരൻ നമ്മളെ ഉപദ്രവിക്കില്ലല്ലോ. ഒരാന അങ്ങനെ മതിച്ച് അങ്ങനെ മതം പൊട്ടി വരിക. ഒരാൾ ഈ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞതിനനുസരിച്ച് ആന എന്താ, ആന ഈശ്വരനല്ലേ. അപ്പം തൊഴുത് നമസ്കരിച്ചുകൊണ്ട് നിന്നു. ഓടി വന്ന ആന തുമ്പിക്കോയിനെടുത്ത് വെച്ചാൽ വേറെ അങ്ങോട്ട് പറഞ്ഞു ഇയാളെ. വലിയ ഇതൊന്നും പറ്റിയില്ല, അടിക്കുകയോ കുത്തുകയോ ചവിട്ടുകയോ ഒന്നും ചെയ്തില്ല, മാറ്റിയതാ. പക്ഷെ എനിക്ക് നല്ലോണം പരിക്ക് പറ്റി. പിന്നെ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, കരഞ്ഞുകൊണ്ട് ചോര പൊട്ടി, അങ്ങല്ലേ പറഞ്ഞത് എല്ലാം ഈശ്വരനാണ്, അപ്പം ഈ ആനയും ഈശ്വരനല്ലേ, ഈശ്വരൻ നമ്മളെ ഉപദ്രവിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, അപ്പോൾ ആനക്കാരനായിട്ട് ഒരാളിങ്ങനെ വിളിച്ചു പറയുന്നില്ലേ, ഇതാ ആന മതം പൊട്ടി ആന വരുന്നുണ്ടേ, ആളൊക്കെ വഴി മാറിക്കൊടുത്തോളനെ, പിടിക്കാൻ സാധിക്കില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നില്ലേ. അതുണ്ടായിരുന്നു. അയാളും ഈശ്വരനല്ലേ. അപ്പം ആ ഈശ്വരൻ പറയുന്നത് കേൾക്കണ്ടേ, വഴി മാറിക്കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, അത് കേൾക്കാണ്ട് തന്നില്ലേ, അതാ പറ്റിയതെന്ന് പറഞ്ഞു. അപ്പം എല്ലാം ഈശ്വരനായി കാണണം. കുറച്ച് ചിലത് ഈശ്വരൻ ഇങ്ങനെ പറഞ്ഞില്ലേ. ഇപ്പോൾ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത് തന്നെയാണ് ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ പറയാറുണ്ട്, കൃഷ്ണൻ അത് ചെയ്തു, എനിക്കും അങ്ങനെ ആവാം. കൃഷ്ണൻ വേറെയും ചിലത് ചെയ്തു, അത് നമുക്ക് പറ്റൂല. എന്തൊക്കെയാണ് ചെയ്തത്, കളിയമർദ്ദനം, അങ്ങനെ വെക്കേണ്ട പല നമ്മളാൽ സാധിക്കാത്തതായിട്ട്, ഗോവർദ്ധനോദ്ധാരണം എന്നൊക്കെ പറഞ്ഞ ഒരു വിരലുകൊണ്ട് പൊക്കി പിടിച്ചു, അത് നമുക്ക് സാധിക്കുക, അത് വയ്യ. പക്ഷേ വിവാഹമനോധി അതാവാം. അങ്ങനെ ആവരുത്. നമ്മൾ ഈശ്വരനെ ഒന്നുകിൽ വിശ്വസിക്കുക പൂർണ്ണമായിട്ട്, ഈശ്വരൻ്റെ വാക്കുകളെ വിശ്വസിക്കാനേ പറ്റുള്ളൂ, ഈശ്വരൻ്റെ പ്രവൃത്തിയെ നമുക്ക് പിന്തുടരാൻ പറ്റില്ല എന്ന് ഭാഗവതത്തിലുണ്ട്. ഇവിടെ എല്ലാം ഈശ്വരനായി കാണുമ്പോൾ ആനയെയും കാണണം, ആനക്കാരനെയും ഈശ്വരനായി കാണണം എന്ന്. അപ്പം അങ്ങനെയുള്ള ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് എന്താണാവോ സാധിക്കുക. ഏതായാലും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ ഈ അധ്യായത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞു. ജ്ഞാനം, വിജ്ഞാനം, നമ്മൾ ഇതൊക്കെ ഉണ്ടെന്ന് ജ്ഞാനം, അറിവ് മാത്രമാണ്. വിജ്ഞാനമായിട്ട് നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ ഈശ്വര അനുഗ്രഹത്തിന് തന്നെ വേണം. അതിന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു.